എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1, +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, പബ്ലിക് എക്സാമിനേഷൻ, അതുപോലെ തന്നെ സേവ് ഓർ ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം, അതുപോലെ സ്കോൾ കേരള എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് +1, +2 പരീക്ഷകൾ ജയിക്കാത്ത വിദ്യാർത്ഥികളും അതുപോലെ ആദ്യമായിട്ട് +1, +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഉള്ള പരീക്ഷാ രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നവംബർ 7-ാം തീയതി വരെ, അതായത് നാളെ മുതൽ നവംബർ 7-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിലവിൽ +1, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അത് നിങ്ങളോട് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഈ ഒരു പരീക്ഷയുടെ രജിസ്ട്രേഷൻ വന്നത് നിങ്ങളോട് പറയുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ +1 ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്ന വിദ്യാർത്ഥികളും, അത് നിലവിൽ +2 പരീക്ഷ, അത് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം +1 ഇംപ്രൂവ്മെൻറ്റ് എഴുതാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് +1 ഇംപ്രൂവ്മെൻറ്റിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ +1, +2 അതായത് പരീക്ഷയൊക്കെ എഴുതി +2 പരീക്ഷ എഴുതി അതിനുശേഷം +2 സേവ് ഒക്കെ എഴുതിയിട്ടും, അതായത് +2 പരീക്ഷ ഓൾറെഡി എഴുതിയിട്ടും തോറ്റ വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ +2 സേവ് പരീക്ഷ എഴുതിയിട്ടും തോറ്റിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ +1, +2 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയിട്ട് തോറ്റ വിദ്യാർത്ഥികളുണ്ടാവും. എന്നിങ്ങനെയുള്ള എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും നവംബർ 7-ാം തീയതി വരെ പിഴ കൂടാതെ നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ ഈ ഒരു പിഴ കൂടാതെ വിദ്യാർത്ഥികൾക്ക് നവംബർ 7-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. അതുപോലെ നവംബർ 13-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു 20 രൂപ ഫൈനോട് കൂടിയാണ് ഫീസ് അടക്കാൻ പറ്റുക. അതുപോലെ ഏകദേശം നവംബർ 18-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് 20 രൂപ ഫൈനും അതിൻ്റെ കൂടെ ഓരോ ദിവസം വൈകുന്നതിനനുസരിച്ച് 5 രൂപ വെച്ച് എക്സ്ട്രാ ആയിട്ട് ഫൈൻ വരും. അപ്പോൾ അതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ആ ഒരു പൈസ അടച്ചിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ കൊടുക്കാം. അതുപോലെ നവംബർ 25-ാം തീയതി വരെ 600 രൂപ സൂപ്പർ ഫൈനോടുകൂടി, അതായത് പേ 600 രൂപയാണ്, അപ്പോൾ അത്രയും പൈസ പേയോടുകൂടി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ, അതായത് dhsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഇവിടെ എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്ത് 2026 മാർച്ച് എക്സാം നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷനിലെ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം ആവശ്യമാണ്. അതുപോലെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ ഫീസ് എന്നിവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ് എത്രയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫീസ് വരുന്നത്, വിദ്യാർത്ഥികൾ സാധാരണ +1, +2 ആദ്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് വരുന്നത് 240 രൂപയാണ്. അതായത് 200 രൂപ പരീക്ഷാ ഫീസും 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസും, അങ്ങനെ ടോട്ടലായിട്ട് 240 രൂപയാണ് നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് +1 അല്ലെങ്കിൽ +2 പരീക്ഷ എഴുതാനായിട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ്, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ആണ് +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2ൻ്റെ ഫീസ് സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്നതുകൊണ്ട് അല്ലെങ്കിൽ +1 സേവ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അതിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്, +1ന് 3 സബ്ജക്റ്റാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. വിദ്യാർത്ഥികൾ എന്തെങ്കിലും കാരണവശാൽ പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 3 സബ്ജക്റ്റിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റുന്ന 3 സബ്ജക്റ്റിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ എത്ര വിഷയമാണോ ആബ്സെൻ്റ് ആയിട്ടുണ്ടായിരുന്നത് അത്രയും വിഷയങ്ങൾ, അതായത് 3 വിഷയമാണെങ്കിൽ 3 വിഷയം നിങ്ങൾക്ക് +1 സേവ് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഫീസ് വരുന്നത്, അതായത് ഏകദേശം പ്രാക്ടിക്കൽ അല്ലാത്ത സബ്ജക്റ്റ് ഉണ്ടാവും, അങ്ങനെയുള്ള സബ്ജക്റ്റിന് 150 രൂപ പെർ സബ്ജക്റ്റും, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന് 175 രൂപ പെർ സബ്ജക്റ്റുമാണ് ഫീസ് വരിക. അതായത് ഏകദേശം 150 രൂപയോളമാണ് പ്രാക്ടിക്കൽ ഇല്ലാത്ത തിയറി സബ്ജക്റ്റിന്. പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റിന് 175 രൂപയാണ് ഫീസ് വരുന്നത്. ഇതിൻ്റെ കൂടെ 40 രൂപ എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് ഫീസ് ഇനത്തിലും അടക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികളുടെ ഫീസിൻ്റെ കാര്യം നോക്കാം. കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഒരു സബ്ജക്റ്റിന് 225 രൂപയാണ് വരിക. ഒരു സബ്ജക്റ്റിന് 225 എന്ന് പറയുന്ന സമയത്ത് പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ട് ഉണ്ടാവും, ഞാൻ +1ഉം +2ഉം തോറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ 2 വർഷത്തെ സെയിം സബ്ജക്റ്റാണ് തോറ്റതെങ്കിൽ ഞാൻ 225 × 2, അതായത് ഏകദേശം 450 രൂപ അടക്കണമെന്നുള്ളത്. അങ്ങനെ അടക്കേണ്ടതില്ല. 225 രൂപ പെർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ
അത് +1 സബ്ജക്റ്റും +2 സബ്ജക്റ്റും രണ്ടും കൂടിയിട്ടാണ് 225 എന്ന് പറയുന്നത്. അതായത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് 225 രൂപ പെർ സബ്ജക്റ്റും അതിൻ്റെ കൂടെ 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. അതായത് +1 +2 സർട്ടിഫിക്കറ്റ് ഫീസാണ് 80 എന്ന് പറയുന്നത്. ആദ്യത്തെ +1 40, +2 40, അങ്ങനെ ടോട്ടൽ 80 രൂപ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ 225 രൂപ പെർ സബ്ജക്റ്റ് വരുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി +1 കെമിസ്ട്രി തോറ്റു എന്ന് വിചാരിക്കാം. കെമിസ്ട്രി തോറ്റു. അതുപോലെ തന്നെ +2 കെമിസ്ട്രി തോറ്റിട്ടുണ്ട്. അതായത് കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറയുന്നത്. അതായത് +2 സേ പരീക്ഷയോ അല്ലെങ്കിൽ +2 പബ്ലിക് എക്സാമിനേഷൻ എഴുതിയിട്ട് തോറ്റ വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ള വിദ്യാർത്ഥി അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ വീണ്ടും പരീക്ഷ എഴുതി വീണ്ടും തോറ്റ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ +1 കെമിസ്ട്രി തോറ്റു, +2 കെമിസ്ട്രി തോറ്റു, +2 ഫിസിക്സ് തോറ്റിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു ഇത്രയും സബ്ജക്റ്റ് തോറ്റൊരു വിദ്യാർത്ഥിക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇപ്പോൾ 3 വിഷയം തോറ്റിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊരു തോന്നലാം. കാരണം +1 തോറ്റിട്ടുണ്ട്, അതുപോലെ +2 തോറ്റിട്ടുണ്ട്, +2 2 വിഷയം തോറ്റിട്ടുണ്ട്. അങ്ങനെയാണ് വിദ്യാർത്ഥികൾ സാധാരണ അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് എക്സാം ഫീസ് വരുന്ന സമയത്ത് ഈ ഒരു 2 വർഷത്തേത് സെയിം സബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ ഒരു വിഷയത്തിൻ്റെ ഫീസായിട്ടാണ് കണക്കാക്കുക. അതായത് ഇപ്പോൾ കെമിസ്ട്രി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണാം 3 സബ്ജക്റ്റ് ഉണ്ട്. +1 കെമിസ്ട്രി, +2 കെമിസ്ട്രി, അതുപോലെ +2 ഫിസിക്സ്, 3 സബ്ജക്റ്റ് ഉണ്ട്. എന്നാൽ എക്സാം ഫീസ് അടക്കുന്ന സമയത്ത് അങ്ങനെയല്ല അടക്കേണ്ടത്. കെമിസ്ട്രി എന്ന് പറയുന്നത് അതായത് ഒരു സബ്ജക്റ്റ് സെയിം സബ്ജക്റ്റിനെ +1 +2 തോറ്റിട്ടുണ്ടെങ്കിൽ അതിനെ ഒറ്റ സബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ അതിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 225 രൂപയാണ് വരിക. അപ്പോൾ ഈ 225 രൂപ പ്ലസ് ഈ ഒരു ഫിസിക്സ് തോറ്റിട്ടുണ്ട് അതിൻ്റെ 225 രൂപ. അപ്പോൾ ഇതിൻ്റെ കൂടെ 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ്, അതായത് 450 + 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് വരിക. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ ആണ്, ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികൾ ഏതൊക്കെ വർഷത്തെ പരീക്ഷയാണോ എഴുതുന്നത് ആ ഒരു സെയിം സബ്ജക്റ്റ് +1 പരീക്ഷയും എഴുതണം, +2 പരീക്ഷയും എഴുതേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി +1 കെമിസ്ട്രി തോറ്റിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മാത്സും +1 തോറ്റിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ +2 ആ ഒരു വിദ്യാർത്ഥി തോറ്റത് അതായത് ഇംഗ്ലീഷാണ് തോറ്റത്, അതുപോലെ തന്നെ ഈ ഒരു ഫിസിക്സും തോറ്റിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഒരു നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, അതായത് കെമിസ്ട്രിയും അതുപോലെ തന്നെ മാത്സും പരീക്ഷ എഴുതിയാൽ മതി, +1 എഴുതിയാൽ മതി, അതുപോലെ +2 ഇംഗ്ലീഷും ഫിസിക്സും എഴുതിയാൽ മതി എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയല്ല ഈ വർഷത്തെ പരീക്ഷ മുതലുള്ള നിബന്ധന എന്ന് പറയുന്നത്. അതായത് ഒരു വിദ്യാർത്ഥി ഏത് വർഷത്തെ പരീക്ഷയാണോ കമ്പാർട്ട്മെൻറ്റലായിട്ട് എഴുതുന്നത് ആ ഒരു സബ്ജക്റ്റിൻ്റെ 2 വർഷ പരീക്ഷയും എഴുതണം. അതായത് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ തോറ്റിട്ടുള്ളതെങ്കിലും നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് +1 പരീക്ഷ എഴുതുമ്പോൾ +1 കെമിസ്ട്രിയുടെ പരീക്ഷ എഴുതണം, അതുപോലെ തന്നെ മാത്സിൻ്റെ പരീക്ഷ എഴുതണം, അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇംഗ്ലീഷിൻ്റേത് എഴുതണം, അതുപോലെ തന്നെ ഫിസിക്സിൻ്റേത് എഴുതണം, അതുപോലെ +2 ഇതേ രീതിയിൽ തന്നെ കെമിസ്ട്രിയുടേത് എഴുതണം, അതുപോലെ തന്നെ മാത്സിൻ്റേത് എഴുതണം, അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റേത് എഴുതണം, അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ എഴുതണം. അതായത് നിങ്ങൾ 2 വർഷത്തെ ഏതൊക്കെ സബ്ജക്റ്റുകൾ തോറ്റിട്ടുണ്ടോ അതിൻ്റെ 2 വർഷത്തെ പരീക്ഷയും എഴുതണം. ഇങ്ങനെ എഴുതിയിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്കിൽ നിന്നും, അതായത് നിങ്ങൾ ഇതിനു മുമ്പ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പരീക്ഷ ഏറ്റവും അവസാനമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ എഴുതിയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ മാർക്കാണോ 2026 ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണോ ഏതാണ് ഏറ്റവും മികച്ച മാർക്ക്, ആ ഒരു മാർക്കായിരിക്കും നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. ഇനിയിപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു ഉദാഹരണത്തിന് ചില വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്, ഞാൻ +1 തോറ്റിട്ടുണ്ട്, എന്നാൽ +2 ഞാൻ അതിൻ്റെ ഡബിൾ പാസ് മാർക്ക് വാങ്ങിച്ചാൽ മതിയോ +1 എഴുതാതെ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ മുതൽ അങ്ങനെ പറ്റുന്നതല്ല. നിങ്ങൾ ഏതെങ്കിലും പരീക്ഷ ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് കണക്കാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഈ ഒരു 2 വർഷത്തെ പരീക്ഷകളും എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു 2 പരീക്ഷകളും, അതായത് +1 പരീക്ഷകൾ രാവിലെയും +2 പരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷം ആ ഒരു രീതിയിലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. കാരണം പരീക്ഷ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരം, അതായത് രണ്ടും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ല. അതായത് ഒരു ദിവസം +1 ആണെങ്കിൽ അടുത്ത ദിവസം +2 ആയിരിക്കും, അടുത്ത ദിവസം +1 ആണെങ്കിൽ അടുത്ത ദിവസം +2 ആയിരിക്കും. ഈ രീതിയിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആ ഒരു ഘട്ടത്തിൽ ടൈം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കാരണം ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അഡീഷണൽ മാത്സ് ഇത്തവണ മുതൽ +1 പഠിക്കാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ
ഒരു പ്ലസ് വണ്ണിന് അഡീഷണൽ മാത്സ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ 500 രൂപ ഒന്നാം വർഷ തിയറി പരീക്ഷയ്ക്കും അതുപോലെ തന്നെ പരീക്ഷാ ഫീസിനത്തിൽ അടക്കണം. അതുപോലെ സർട്ടിഫിക്കറ്റ് ഫീസ് 40 രൂപയുമാണ് അടക്കേണ്ടത്. അതുപോലെ അഡീഷണൽ മാത്സിന് പ്രത്യേക സർട്ടിഫിക്കറ്റാണ് നൽകുക. ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കോഴ്സ് സർട്ടിഫിക്കറ്റുമായിട്ട് കമ്പൈൻ ചെയ്യില്ല, അതിന് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അതുപോലെ അഡീഷണൽ മാത്സിന് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടായിരിക്കില്ല, എന്നാൽ സേഫ് പരീക്ഷ ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വിദ്യാർത്ഥികൾ 1-2 വർഷം പരീക്ഷ രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ നടത്തിയാൽ അഡീഷണൽ മാത്സിൻ്റെ രജിസ്ട്രേഷനും റദ്ദാവും. അഡീഷണൽ മാത്സിന് പ്രത്യേകം ഹാൾ ടിക്കറ്റ് നൽകുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഒന്നാം വർഷ സേവർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഈ ഒരു +1 പരീക്ഷയോടൊപ്പം തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നവർ അതിനായിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ തന്നെ നൽകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.